പോകുന്നത് യുദ്ധവുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ്. ഇറാനിലെ ക്രൂഡ് ഓയിൽ US നിയന്ത്രണത്തിൽ കൊണ്ടുവരികയാണ് തന്റെ ലക്ഷ്യം എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെ കൃത്യമായി പറയുകയാണ്. ഇതിനായി ഇറാനിലെ കാർഗ് ദ്വീപ് പിടിച്ചെടുത്തതുൾപ്പെടെ പരിഗണിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. ഫിനാൻഷ്യൽ ടൈംസ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ആയിരുന്നു ട്രംപിന്റെ പ്രതികരണം. എന്നാൽ അമേരിക്ക കരയുദ്ധത്തിന് മുതിർന്നാൽ പേർഷ്യൻ ഉൾക്കടലിലെ സ്രാവുകൾക്ക് ആ സൈനികരെ ഭക്ഷണമാക്കി മാറ്റും എന്നാണ് ഇറാൻ സൈനിക വക്താവ് ഇബ്രാഹിം സോൽഫഖാരി മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നത്. ഇതിനിടെ ഏഷ്യൻ വിപണികളിൽ ഇന്ന് വലിയ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യം ആണ് ഉള്ളത്. അജയ് സുധാ ബിജുവാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അജയ്, നേരത്തെ തന്നെ നമുക്കറിയാം ഇറാനിലെ ഭരണമാറ്റം, അതോടൊപ്പം തന്നെ ഈ എണ്ണപ്പാടങ്ങളുടെ നിയന്ത്രണം, ഇതൊക്കെ അമേരിക്ക കണ്ണുവെക്കുന്നു എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ഡൊണാൾഡ് ട്രംപ് തന്നെ വളരെ കൃത്യമായി പറയുകയാണ് അത്തരം ചില ലക്ഷ്യങ്ങൾ കൂടിയുണ്ട് അമേരിക്കയ്ക്ക് എന്ന്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ ട്രംപ് എടുത്തു പറഞ്ഞത്. അതായത് ഇറാന്റെ തെക്ക് ഭാഗത്തുള്ള ഖാർഗ് ദ്വീപ് ആക്രമിച്ച് കീഴടക്കി അതുവഴി അവിടെയുള്ള ക്രൂഡ് ഓയിലിന്റെ നിയന്ത്രണം തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരിക, ഇതാണ് US-ന്റെ ലക്ഷ്യമെന്നാണ് ട്രംപ് നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഈ ഖാർഗ് ദ്വീപ് എന്ന് പറയുന്നത് പേർഷ്യൻ കടലാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഇറാന്റെ തെക്ക് ഭാഗത്തുള്ള ഒരു ദ്വീപാണ്. അപ്പോൾ ഇവിടെയാണ് ഇറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്നത്. ഇതുവഴി എണ്ണ ലോകരാജ്യങ്ങളിൽ എമ്പാടും വിതരണം ചെയ്തുകൊണ്ടാണ് ഇറാൻ വലിയ രീതിയിൽ പണം സമ്പാദിക്കുന്നത്. ഇതുതന്നെയാണ് ഇറാനിലുള്ള IRGCയുടെ മറ്റ് സായുധ സംഘങ്ങളുടെയും എല്ലാം പ്രധാനപ്പെട്ട ഒരു വരുമാന സ്രോതസ് എന്ന് പറയുന്നതും. അപ്പോൾ ഈ ദ്വീപിനെ പിടിച്ചടക്കുക എന്ന് പറയുന്നതിൽ ട്രംപിന് നിരവധി ലക്ഷ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഇറാന്റെ ഒരു ഓയിൽ ശൃംഖല അത് തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവരിക എന്നത് തന്നെയാണ്. തുടർന്ന് വെനസ്വേലയ്ക്ക് സമാനമായിട്ടുള്ള ഒരു നിയന്ത്രണമാണ് ഇറാനിൽ തങ്ങൾ ആലോചിക്കുന്നതെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തന്നെ അദ്ദേഹം എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, തൻ്റെ ഈ പ്ലാനിനെ പറ്റി US-ൽ പലരോടും ചർച്ച ചെയ്തപ്പോൾ അവർ ഇത് വിഡ്ഢിത്തമാണ് എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇവരുടെ അഭിപ്രായങ്ങളെല്ലാം താൻ തള്ളിക്കളയുന്നു എന്നും ട്രംപ് നിലവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ട്രംപിൻ്റെ ഒരു പദ്ധതി എന്ന് പറയുന്നത് ഈ ദ്വീപ് ആക്രമിച്ച് കീഴടക്കി ഇവിടെയുള്ള ഓയിൽ എക്സ്പോർട്ടിംഗ് ഹബ്ബ് അത് പിടിച്ചടക്കുക, ഇതുവഴി കൂടുതൽ പണം സമ്പാദിക്കുക. ഇത് തന്നെയാണ് അവരുടെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. മറ്റൊരു ലക്ഷ്യം തീർച്ചയായിട്ടും അവരുടെ ഒരു എണ്ണ വിതരണം അത് US-ന്റെ നിയന്ത്രണത്തിലായാൽ IRGCക്കുള്ള ഫണ്ടിങ് അത് പൂർണ്ണമായി ഇല്ലാതാകും. അങ്ങനെ അവരുടെ പ്രതിരോധ മേഖലയെ കൂടുതൽ വീക്കൻ ചെയ്യാൻ കഴിയും. അത് മാത്രമല്ല, ഇറാനിൽ ഒരു കരയുദ്ധം US ആരംഭിക്കാനിരിക്കുന്നു എന്നുള്ള അഭ്യൂഹങ്ങളും ശക്തമാണ്. അപ്പോൾ ഈ ഖാർഗ് ദ്വീപ് US-ന്റെ വരുതിയിലാണെങ്കിൽ ഇറാഖിലേക്ക് ഒരു കരയുദ്ധം നടത്താനും US-നെ സംബന്ധിച്ച് എളുപ്പമായിരിക്കും. അതേസമയം തന്നെ ഇപ്പോൾ US ഈ കരയുദ്ധം നടത്തുന്നതിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ടെന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഇറാനിൽ കരയുദ്ധം നടത്തുന്നതോടുകൂടി അവരുടെ കൈവശമുള്ള ഏതാണ്ട് 1000 പൗണ്ട് ഈ യുറേനിയം ഉൾപ്പെടെ പിടിച്ചടക്കാനാണ് US-ന്റെ ഒരു ഉദ്ദേശമെന്നാണ് നിലവിൽ വാൾ സ്ട്രീറ്റ് ജേണൽ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഇറാന്റെ ആണവ ശൃംഖലയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക, അവർ ഭാവിയിൽ ഒരു ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കുന്ന അവരുടെ ഒരു ആലോചന, അത് പിന്നീട് അത് പൂർണ്ണമായിട്ടും അത്തരമൊരു പദ്ധതികളിലേക്ക് ഇറാനെ പോകാതെ തടയുക, ഇതാണ് US ലക്ഷ്യമിടുന്നതെന്നും വാൾ സ്ട്രീറ്റ് ജേണൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ US ഇറാനിലേക്ക് ഒരു കരയുദ്ധം നടത്തുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചടികൾ നൽകും എന്നതാണ് ഇറാന്റെ ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അവരുടെ സൈനിക വക്താവായിട്ടുള്ള ഇബ്രാഹിം സോൽഫഖാരിയാണ് നിലവിൽ ഒരു വലിയ ഭീഷണി US-നെതിരെ ഉന്നയിക്കുന്നത്. അതായത് US ഇറാനിൽ ഒരു കരയുദ്ധത്തിന് മുതിർന്നാൽ US സൈനികർ കടലിലെ സ്രാവുകൾക്ക് ഭക്ഷണമാകും എന്നതാണ് ഇറാന്റെ ഒരു ഭീഷണി എന്ന് പറയുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഇസ്രായേലിനെതിരെയും ഇറാൻ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. തെക്കൻ ഇസ്രായേലിലെ ഒരു വ്യവസായ മേഖലയിൽ ഉൾപ്പെടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയിരുന്നു. അവിടെ ഒരു കെമിക്കൽ ഫാക്ടറിയിൽ ചെറിയ ചോർച്ചയുള്ളതായിട്ട് ഉൾപ്പെടെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഖാലിബാഫ് അദ്ദേഹം പറയുന്നതെന്ന് പറഞ്ഞാൽ US നയതന്ത്രമെന്ന് പരസ്യമായി പ്രതികരിക്കുമ്പോഴും രഹസ്യമായി അവർ സൈനിക നീക്കം നടത്തുകയാണ് എന്നാണ് മുഹമ്മദ് ബാഖർ ഖാലിബാഫ് വ്യക്തമാക്കുന്നത്. അതേസമയം ഇപ്പോൾ US-ന്റെ 3500 സൈനികരെ കൂടി പശ്ചിമേഷ്യയിൽ എത്തിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വിവരമെന്ന് പറയുന്നത്. മൊത്തം
10,000 സൈനികരെ പശ്ചിമേഷ്യയിലേക്ക് എത്തിച്ചതിന് ശേഷം ഇറാനിൽ ഒരു കരയുദ്ധം നടത്താനാണ് US-ന്റെ പദ്ധതി എന്നാണ് വാൾസ്ട്രീറ്റ് ജേണൽ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ട്രംപ് നിലവിൽ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല. ട്രംപ് അദ്ദേഹം ഇപ്പോൾ എടുത്തു പറയുന്ന മറ്റു ചില കാര്യങ്ങളാണ് ഇറാനിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരാൻ തങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ഓൾറെഡി തങ്ങൾ ആ കാര്യത്തിൽ വിജയത്തിൽ എത്തിക്കഴിഞ്ഞു. ഇറാനിൽ ആദ്യം തങ്ങൾ ഈ യുദ്ധം ആരംഭിക്കുമ്പോൾ നിലവിലുണ്ടായിരുന്ന ഭരണകൂടത്തെ തങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി, അവരുടെ എല്ലാ നേതാക്കളെയും കൊന്നു. രണ്ടാമതൊരു നേതൃത്വം, ഒരു ഭരണകൂടം അവിടെ അധികാരത്തിൽ വന്നു, അവരുടെ പല നേതാക്കളെയും ഇല്ലാതാക്കി. ഇപ്പോൾ മൂന്നാമത് വന്നിട്ടുള്ള ഭരണകർത്താക്കളുമായിട്ടാണ് തങ്ങൾ ആശയവിനിമയം നടത്തുന്നത് എന്നാണ് ട്രംപ് പറയുന്നത്. അതേസമയം അദ്ദേഹം എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഇറാനുമായി നടത്തുന്ന ചർച്ചകൾ വിജയകരമാണെന്നും ട്രംപ് സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ട്രംപിന്റെ ഭാഗത്ത് നിന്ന് അവസാനമുണ്ടാകുന്ന പ്രതികരണം എന്നത് കില്ലിംഗ് ഇറാൻസ് ലീഡേഴ്സ് ഈസ് റെജിം ചേഞ്ച് എന്നാണ്. ഡീൽ ടു എൻഡ് വാർ കുഡ് ബി സൂൺ എന്നുമാണ്. അപ്പോൾ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ധാരണയിലേക്ക് ഉടൻ എത്തും എന്ന് ട്രംപ് പറയുന്നുണ്ട്. അതേസമയം തന്നെയാണ് പശ്ചിമേഷ്യയിൽ സംഘർഷ സാധ്യതകൾ കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ട് ഇറാനിലെ മറൈനുകളെ, അതായത് കടലിലും കരയിലും യുദ്ധം നടത്താൻ സാധിക്കുന്ന തരത്തിൽ ഇറാനിലേക്ക് മറൈനുകളെ അടക്കം അമേരിക്ക അയക്കുകയും ചെയ്യുന്നത്. അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ കൂടുതൽ ഇറാൻ തീരത്തേക്ക് പുറപ്പെടുകയും ചെയ്യുന്നത്. അതിനിടെയാണ് കരയുദ്ധത്തിന് ശ്രമിച്ചാൽ നരകമാണ് കാത്തിരിക്കുന്നത് എന്ന് ഇറാൻ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പും നൽകുന്നത്.